കോംബോ ഓഫർ അർജുന കിട്ടിയ ഫ്രീ. ഏറ്റവും കൂടുതൽ പാളിപ്പോയിട്ടുള്ള ഒരു സീൻ ഏതാണ്? ഏതാ? പിന്നെ പാളിയാലും അവർ ഓക്കെ പറയും. 22 ദിവസം കൊണ്ട് തീർക്കണമല്ലോ. അല്ലെങ്കിൽ മറ്റേ പ്രൊഡ്യൂസർ നമ്മുടെ അടുത്ത് ഭൂതമാവും, നമ്മൾ നിധി വയ്ക്കും. ഇതാരാ നീ കാണുന്ന കമന്റ്സ് വായിക്കുന്നത്? സത്യം, ഞാൻ കമന്റ്സ് വായിക്കില്ല. എന്റെ ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനെ അപ്ലോഡ് പോസ്റ്റ്. ഞാനോ ഇറങ്ങി പലരും ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ ഈ പ്രായത്തിനിടയിൽ എന്റെ അമ്മ പോലെ നീ വിളിച്ചിട്ടില്ല. ശരിക്കും ഒരു നിധി കിട്ടിയാൽ അത് എന്താകണമെന്നാണ് ആഗ്രഹം? ഒരു ഗ്ലാസ് മദ്യം, ഒരു ഗ്ലാസ് നിറച്ചു വേണം, ഒരു കുടത്തിൽ കുറച്ച്, ഒരു കുടം നിറയെ മദ്യം. അടുത്തെത്തിയിട്ടുണ്ട്. എന്റെ നിധി ഞാൻ തന്നെ എന്നെ ഈ ക്യാരക്ടർ വിളിക്കുമ്പോഴേ ഞാൻ പോലീസ് വന്നിട്ട് ഞാൻ ചിരിച്ച് സ്കിറ്റിൽ വരെ ഞാൻ കോമഡി പോലീസാ. ഞാൻ ഇരിക്കാൻ നേരത്ത് മറ്റേ ഞാൻ ഇങ്ങനെ കോളൊക്കെ നക്ഷത്രം അതെ, കോൺസ്റ്റബിൾമാർക്ക് ചാറൊന്നുമില്ല. കോൺസ്റ്റബിൾ ആണല്ലോ. അമാനുഷിക ശക്തി അല്ലാതെ ആയിട്ടുണ്ടല്ലോ. അങ്ങനെ ആയാൽ എന്ത് ചെയ്യുമോ? ഓ അങ്ങനെ സൂപ്പർ നാച്ചുറൽ മുണ്ടക്കൂരി. എന്നിട്ട് രാത്രിയൊക്കെ എപ്പോഴും കണ്ണൊക്കെ തുറന്നു നോക്കുമ്പോഴേ ഒരു സാധനം ഇങ്ങനെ ഞാൻ ഇതിന്റെ അകത്ത് ഒച്ച കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാണക്കേടാ. 4 കൊല്ലം കോളേജിൽ പഠിക്കാനുള്ള ഞാനോട് ദൈവമേ ഇവർ ഒച്ച ഉണ്ടാക്കിയല്ലേ. ഹോസ്റ്റലിലെ കാര്യം കയറി ഒച്ച ഉണ്ടാക്കി ആൾക്കാർ കൂടി ഞാൻ കയറി പിടിച്ചെന്നൊക്കെയാണ്. അപ്പൊ അന്നേരം എനിക്ക് ഇപ്പുറത്ത് വെക്കാൻ 3 ലക്ഷത്തിന്റെ ഒരു പരിപാടി ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ഞാൻ 1 കോടി കിട്ടിയാൽ പോവായിരിക്കും. പ്രാരാബ്ദങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പോയിരിക്കും. കാരണം കണ്ണൊക്കെ കെട്ടി കൂട്ടി കയറിയതുകൊണ്ട് ഇനിയിപ്പോ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹായ്, ഹലോ എവരിവൺ, വെൽക്കം ടു ലൈഫ് നെറ്റ് TV. ഞാൻ സാന്ദ്ര. നമ്മുടെ കൂടെ ഇന്ന് നിധിയും ഭൂതത്തിന്റെയും കാസ്റ്റ് ആൻഡ് ക്രൂ ആണുള്ളത്. എന്തൊക്കെയുണ്ട് വിശേഷം? അത് ആദ്യം അവിടെ നിന്ന് തുടങ്ങട്ടെ. നല്ല വിശേഷം, സുഖം, പരമസുഖം. ഓക്കെ, എന്നാ നമുക്ക് ആദ്യം തന്നെ സിനിമയെ കുറിച്ച് പറയാം. എന്താണ് നിധിയും ഭൂതവും കാണാൻ പോകുന്നത് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇതൊരു സത്യം പറഞ്ഞ ത്രില്ലർ മിസ്റ്ററി പരിപാടിയാണ്. പിന്നെ പിള്ളേർക്ക് കാണാം, കുടുംബക്കാർക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു നല്ലൊരു ചിത്രമായിരിക്കും. നവംബർ 14 അറിയാം. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി കുറച്ച് എന്താ പറയാ, ഒരു മിസ്റ്ററി ത്രില്ലർ, അതായത് കുറച്ചൊക്കെ ഹൊററൊക്കെ ഉള്ള എന്നാൽ കുറച്ച് മിസ്റ്ററി ഒക്കെ ഉള്ള ഒരു സിനിമ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും അങ്ങനെ തന്നെയാണോ? ഒരു നിധിയൊക്കെ തപ്പിപ്പോകുന്ന ഒരു ത്രില്ലിംഗ്, ഒരുപാട് മറ്റേ പേടിപ്പിക്കുന്ന അല്ല. DSR ഒക്കെ ഇറങ്ങിയതുകൊണ്ട് അതും ഇപ്പൊ പ്രതീക്ഷിച്ചു. അങ്ങനത്തെ ഇത് പിള്ളേർക്കും എല്ലാവർക്കും കാണാം, എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരേപോലെ കാണാം. ഈ ഒരു ടൈമില്, അതായത് ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു 2 മണിക്കൂർ നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് വന്നിരുന്ന് കാണാൻ പറ്റുന്നതായിട്ടുള്ളൊരു മൂവിയാണ്. അത് എല്ലാ ഓഡിയൻസിനും ഇതായിരിക്കും, ഫാമിലി ഓഡിയൻസിനായാലും ഇപ്പൊ യൂത്ത് ആണെങ്കിലും അതുപോലെ എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല പരിപാടിയായിരിക്കും. ഇതില് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ട്രെയിലർ ഭയങ്കര അടിച്ചുപൊളിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ട്രോളിങ്ങും ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ സെറ്റിൽ ഇതിനേക്കാൾ കൂടുതൽ വൈബ് ആയിരിക്കുമല്ലോ എന്തായാലും. അതെ, ഭയങ്കര വൈബായിരുന്നു. എല്ലാവരും ഇവിടെ നമ്മൾ ഈ സിനിമയെ കാണുന്നതിനൊക്കെ എല്ലാവരും നല്ല കണക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്രീ ആയിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി പരിപാടിയായിരുന്നു. ഒരു സീനിയർ ഡയറക്ടർ ആയതിന്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, എല്ലാരും നമ്മളെ ഈ പ്രായമൊന്നും അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഇപ്പോൾ നമ്മളെക്കാൾ മുതിർന്ന ആൾക്കാരാണ് എൻ്റെ ക്രൂവിലുള്ള ആൾക്കാർ. പക്ഷെ അവരും നമ്മളെ വൈബിലോട്ടായിരുന്നു വന്നത്. സീനിയറിറ്റി ജൂനിയറിറ്റി അങ്ങനെ എല്ലാവരും നല്ല രസമായിരുന്നു. ഈ ശരിക്കും ഈ സിനിമയിലേക്ക് എങ്ങനെയാ വന്നത്? അതായത് ഇപ്പൊ രണ്ടുപേരും, ഇപ്പൊ റാഫി ആണെങ്കിൽ തലവര ചെയ്തിട്ടുണ്ട്, ചേട്ടൻ മന്ദാകിനി ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു മൂവിയിലേക്കുള്ള ഒരു എൻട്രി? എങ്ങനെയായിരുന്നു? റൈറ്റർ വിളിച്ചിട്ട്
പുള്ളിക്കാരൻ ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ സുമതിയുടെ ഷൂട്ടിലായിരുന്നു. പുള്ളി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, റാഫിക്ക് വേണ്ടി പറ്റിയ പരിപാടിയാണ്, റാഫി മനസ്സിൽ കണ്ട എഴുതിയെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി ചേട്ടാ ഓക്കെ. അപ്പം കഥ പറഞ്ഞപ്പോൾ പുള്ളി ഇത് വിഷ്വലൈസ് ചെയ്ത് പറഞ്ഞു ഭയങ്കരമായിട്ട്. അപ്പം ഓക്കെ നമുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ വന്ന് വീണത് അതിനകത്ത്. ഏത് കണ്ട സമയത്ത് തന്നെ എങ്ങനെയായിരുന്നു ഇവിടെ പറഞ്ഞില്ലല്ലോ? ഞാൻ ഓൾറെഡി ഇതിൻ്റെ പ്രോജക്ട് ഡിസൈനറും ഞാൻ ശുക്രൻ എന്ന് പറഞ്ഞൊരു സിനിമ സെയിം സ്ഥലത്ത് തന്നെ ഏറ്റുമാനൂരാണ് രണ്ടും. അപ്പോൾ ശുക്രൻ തൊട്ടപ്പുറത്ത് തന്നെ ഷൂട്ട് നടന്നത്. രണ്ടിൻ്റെയും പ്രോജക്ട് ഡിസൈനർ ഒരാളാണ് കുട്ടൻ ചേട്ടൻ. അപ്പോൾ നമ്മൾ ശുക്രൻ്റെ കറക്റ്റ് ഒരു ഗ്യാപ്പ് സമയത്താണ് നിധിമുഖം നടക്കുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ കാര്യത്തിന് എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മള് ജയപ്രകാശ് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സ്റ്റോറി ടെല്ലറാണ്. ജയപ്രകാശ് ചേട്ടൻ നോവലൊക്കെ കറക്റ്റ് നമ്മളടുത്ത് പറഞ്ഞു തന്നു. ഭയങ്കര ഫൺ ക്യാരക്ടറാണ്, ഒരുപാട് സീനുകളില്ല, പക്ഷെ ഒരു ഇതിനകത്തൊരു ഷൂട്ടിംഗ് ഉണ്ട്. ഈ സിനിമയ്ക്കകത്ത് ഒരു ആൽബം ഷൂട്ടിംഗ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡയറക്ടറാണ് ഞാൻ. അപ്പം അങ്ങനെ കുറച്ച് ഒരു പാട്ട് സീനും പിന്നെ കുറച്ച് സീക്വൻസും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ എല്ലാവരും പരസ്പരം ഒരുപക്ഷെ വർക്ക് ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ടായിരിക്കും. പക്ഷെ എല്ലാവരും പരസ്പരം അറിയാം. നമ്മളെന്തോ വർഷങ്ങളായിട്ട് ലൊക്കേഷൻ. ഇപ്പോഴേ നമ്മളുടെ ഇവിടെ ഒരുപാട് വലിയ വലിയ സിനിമകൾ ഇങ്ങനെ വന്ന് ഇറങ്ങി പോവുകയാണല്ലോ. പക്ഷേ എല്ലാവരും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊച്ചു ചിത്രങ്ങളും നല്ല നല്ല കഥകളും കൊച്ചു ചിത്രങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ആരും അധികം അങ്ങനെ നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വലിയ ചിത്രങ്ങളുടെ കൂടെ ക്ലാഷൊക്കെ വെച്ച് അല്ലെങ്കിൽ വലിയ ചിത്രങ്ങളൊക്കെ തിയേറ്ററിൽ ഭയങ്കര ഇതായിട്ട് ഓടുമ്പോൾ ഇങ്ങനത്തെ ചെറിയ സിനിമകൾ വരുമ്പോൾ അത് നോട്ടീസ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ടെന്ന്? അങ്ങനെ തോന്നില്ല. ചെറിയ വിഷമം വരും. ചെറിയ സിനിമകൾ ആൾക്കാർ കാണുന്നില്ലല്ലോ, പക്ഷെ OTT വരുമ്പോൾ ഭയങ്കര ചർച്ചയാവും. പക്ഷെ എല്ലാ സിനിമകളും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു പരിധി വരെ ഇപ്പോൾ സിനിമ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റാണോ അറിയില്ല, എന്നാലും അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കുഞ്ഞു സിനിമയാണ് ഇപ്പൊ വലിയ സിനിമ എന്ന് പറഞ്ഞാലും ഇപ്പൊ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പൊ എത്ര കുഞ്ഞു സിനിമയാണെങ്കിലും അത് കണ്ടിട്ടൊരു മൗത്ത് പബ്ലിസിറ്റി വന്നാൽ ഇപ്പം ഞാനിപ്പോ ഇപ്പം മന്ദാകിനി ഇറങ്ങുമ്പം ഓൾറെഡി അന്ന് ആ സമയത്ത് തിയേറ്ററിൽ ഗുരുവായൂർ അമ്പലം നടയിൽ അതിന് തലേ ദിവസം ടർബോ റിലീസാകുന്നു. നമ്മുടെ മന്ദാകിനിയുടെ കൂടെ തലവൻ റിലീസാകും. ഇതിൻ്റെ ഇടയ്ക്കാണ് മന്ദാകിനി എന്നുള്ള സിനിമ തിയേറ്ററിൽ വരുന്നത്. ഓൾറെഡി ആ സമയത്ത് റിലീസ് ചെയ്യാനിരുന്ന കുറേ മന്ദാകിനി പോലുള്ള കുഞ്ഞു സിനിമകൾ റിലീസ് മാറ്റി. കാരണം ടർബോ ഒരാഴ്ച മുന്നേ കയറി വന്ന, അപ്പോൾ റിലീസ് മാറ്റി. മന്ദാകിനി ആ സമയത്ത് മാറ്റിയില്ല. പക്ഷെ ആ സമയത്ത് ഈ 3 സിനിമകൾ തലവൻ ഹിറ്റാണ്, ടർബോ ഹിറ്റാണ്, ഗുരുവായൂർ അമ്പലം ഓൾറെഡി ഹിറ്റായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മന്ദാകിനി വന്നത്. ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ മൗത്ത് പബ്ലിസിറ്റി വന്നു. ഓൾറെഡി സിനിമ ആള് കയറി. അപ്പം അതിപ്പോൾ എത്ര വലിയ പണം കിടക്കുന്നു എന്ന് പറഞ്ഞാലും നല്ല സിനിമ ഇപ്പം ഓൾറെഡി പഴയതുപോലെ അല്ല. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം ഈ കൊള്ളാമെന്ന് അറിഞ്ഞാൽ അത് തിയേറ്ററിൽ ഉണ്ടെങ്കിൽ പോയി കാണും. പിന്നെ മെയിൻലി എനിക്ക് തോന്നുന്നത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമ ഇറങ്ങുന്നു, എങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നു എന്ന് അറിയണം, അറിയിക്കാന്നുള്ളൊരു. അതെ അതെ, പല സിനിമകളും അയ്യോ OTT വന്നതിന് ശേഷമാണ് നമുക്ക് തോന്നുന്നത് അയ്യോ ഇതൊക്കെ ഒന്ന് തിയേറ്ററിൽ പോയി നമുക്ക് കാണാമായിരുന്നല്ലോ എന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ റാഫി ശരിക്കും ടെലിവിഷനിലായിരുന്നല്ലോ. ചക്കപ്പഴത്തിലൊക്കെ ഭയങ്കര എനർജറ്റിക് പെർഫോമൻസ് ആണ്. റാഫിനെ കാണുമ്പോൾ തന്നെ എന്താ പറയുക, നിങ്ങളുടെയൊക്കെ ഒരു കോംബോയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ടെലിവിഷനിൽ നിന്ന് ഇങ്ങനെ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം? ടെലിവിഷനിലെ സിനിമ നമ്മൾ ചെറിയ സ്ക്രീനിൽ നിന്ന് വലിയ സ്ക്രീനിൽ വരിക എന്നല്ലേ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ എല്ലാവർക്കും സിനിമ തന്നെയാണല്ലോ. പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അതിന് നമ്മളത് മെച്ചപ്പെടുത്തി കൊണ്ടുപോകണം, നമ്മൾ നിലനിന്ന് പോകണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഇനി നല്ല നല്ല സിനിമകൾ ചെയ്യുക, നല്ല നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റുക, അതാണ് ഇപ്പോൾ ലക്ഷ്യം. നല്ല കഥാപാത്രങ്ങൾ വരട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്നു. ഈ എല്ലാ അർജുന അശോകന്റെ സിനിമകളിൽ തന്നെയാണല്ലോ വരുന്നത്. എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അന്തർധാരയുണ്ടോ? അങ്ങനെയല്ല, അത് നമ്മള് കോംബോ ഓഫർ. അർജുന കിട്ടിയ റാഫിനെ അർജുന അശോകനെ എടുത്താൽ ഫ്രീ. അല്ല, അങ്ങനെ നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പം അതുകൊണ്ട് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് നമുക്കത്. അപ്പം ആദ്യം തീപ്പരിവിന് ചെയ്തു, പിന്നെ സുമതി ചെയ്തു, അതിനുശേഷം തലവര ദേവസായിജ് 3 കറക്റ്റായിട്ട് വന്നു. പിന്നെ അവന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര കംഫർട്ടാണ് പുള്ളിക്കാരനോട് വർക്ക് ചെയ്യാനും, നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അങ്ങനത്തെ ഒരു ഈ തീപ്പൊരിവെന്നാണോ ഈ ഇങ്ങോട്ട് ഉള്ളൊരു ജേർണി കിട്ടിയത്? തലവരയായിട്ടാണ് ഞാൻ തലവരയായിട്ടാണ് പിന്നെ സുമതി ചെയ്യണത്. അത് 3 പർച്ചേസ് അയച്ച ഒരു നായകനോട് ചെയ്യാൻ പറ്റി. അതൊരു വലിയ അംഗീകാരം. എങ്ങനെയുണ്ടായിരുന്നു അൽത്താഫിന്റെ കൂടെ ഉള്ളൊരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? നമ്മൾ എന്താ പറയുക, ഓൾറെഡി പുള്ളി സംസാരിക്കുമ്പോൾ നമുക്ക് ചിരി വരും. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ചിരി വരാത്ത
ചില ഡയലോഗ്സ് ഉണ്ടാവും, അത് നമ്മൾ പറഞ്ഞാലും ചിരിക്കില്ല, പക്ഷെ അത് അൽത്താഫൊക്കെ പറയുമ്പോൾ ചിരി വരും. അത് ഞാൻ അങ്ങനെ അധികം ആൾക്കാരെ എനിക്ക് അറിയില്ല, ചില ആൾക്കാർ പ്രത്യേക ഒരു കഴിവാണ്. അതായത് ഇപ്പോൾ ചില ഡയലോഗ് അത് നമ്മൾ പറഞ്ഞാൽ ചിരിക്കില്ല, ഒരിക്കലും നമ്മളൊന്നും പറഞ്ഞാൽ ആ സാധനം ചിരിക്കത്തേ ഇല്ല, പക്ഷേ അത് അൽത്താഫൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിന് ചിരി വരും. അങ്ങനത്തെ ഭയങ്കര നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരാളാണ് പുള്ളി. നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാവേ. ആയിക്കോട്ടെ. ഷൂട്ടിങ്ങിനിടയിലെ ഏറ്റവും ഇതായിട്ട് പാളിപ്പോയ ഒരു സീൻ ഏതായിരിക്കും? ഒരു സീൻ പോലും പാടിയിട്ടില്ലേ? എന്താ പറഞ്ഞ ഞങ്ങളൊക്കെ ഫേമസ് ആക്ടേഴ്സ് ആണ്, അങ്ങനെയൊന്നും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകാറില്ലെന്ന്. എല്ലാവർക്കും തെറ്റ് പറ്റല്ലോ, ക്യാമറയ്ക്ക് മുമ്പ് വരുമ്പോ തെറ്റില്ലേ ശരിയാക്കണേ. അപ്പം കുറച്ചൊക്കെ തെറ്റിയിട്ടുണ്ട്. കുറച്ചൊക്കെ തെറ്റിയിട്ടുണ്ട്. അതായത് നമ്മള് സ്വന്തമായിട്ട് എടുത്തു കഴിയുമ്പോ നമ്മളുടെ കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലാവില്ല. ചിലപ്പോ ഡയലോഗ് എല്ലാ സീനിലും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കൂടെ ഒരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. വിഷ്ണു ചേട്ടാ നമസ്കാരം. അപ്പുറത്ത് കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇവിടെ ചോദിക്കായിരുന്നു ഇവരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ പാളിപ്പോയിട്ടുള്ള ഒരു സീൻ ഏതാണെന്ന്. ഏതാ? ഈ പടത്തിലോ? ഈ പടത്തിൽ പാളാനായിട്ട് സമയം തന്നിട്ടില്ലേ? കാരണം ഒന്നാമത് ഇത് നമ്മളെ വെച്ച് തീർക്കണോന്ന് വെച്ചിട്ട് ഇത് 22 ദിവസം കൊണ്ട് ടൈറ്റ് ആയിട്ടാ ചാർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇത് പാളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടത്തിലൊന്നും വിളിക്കൂല. ഇത് പാളാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഇതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഇത്. അതുകൊണ്ട് പാളിയിട്ടില്ല. പിന്നെ പാളിയാലേ അവർ ഓക്കെ എന്ന് പറയും. 22 ദിവസം കൊണ്ട് തീർക്കണമല്ലോ, അല്ലെങ്കിൽ മറ്റേ പ്രൊഡ്യൂസർ നമ്മുടെ അടുത്ത് ഭൂതമാവും, നമ്മൾ നിധി ചോദിക്കുമ്പോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തെറ്റിക്കാനുള്ളൊരു വകുപ്പ് കൊടുത്തില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് ചേട്ടന്റെ മറ്റേ കല്യാണത്തെ കുറിച്ചും ലൈഫിനെ കുറിച്ചും പറയുന്നതൊക്കെ ഭയങ്കരമായിട്ട് കാണുന്നുണ്ടായിരുന്നു. വയറില് മാത്രല്ല ഇതാരാ നീ കാണുന്നത് കമന്റ്സ് വായിക്കുന്നത്? സത്യം ഞാൻ കമന്റ്സ് വായിക്കില്ല. എന്റെ ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനെ അപ്ലോഡ് പോസ്റ്റ് സത്യം. നീ മുന്നേ എപ്പോഴെങ്കിലും ഏറെ കയറിയിട്ടുണ്ടോ? ഞാനോ പലതും ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് അതിനുള്ള അവസരം വന്നിട്ടില്ലെന്ന് പറഞ്ഞു. നമുക്ക് ഈ ഇന്റർവ്യൂലൂടെ അവസരം ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ കയറാൻ പറ്റിയ പ്രധാന ഒരു സ്ഥലത്തായിരുന്നു ഇടയ്ക്ക്. ഉച്ചക്ക് 2 മണിക്ക്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഈ ബിഗ് ബോസ് കാണുന്ന നേരത്ത് നമുക്ക് എപ്പോഴും മൈൻഡിൽ വരുന്ന ഈ കണ്ടന്റ് എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നത് തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇന്നും കേരളത്തിൽ ജീവിച്ചിരിക്കുന്നു. അതല്ല, നമ്മൾക്ക് അവിടെ എന്താണോ പ്രേക്ഷകന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് കണ്ടന്റ്. അത് എന്തു ആവാം ഇല്ലേ? ഇപ്പൊ ഞാൻ അവിടെ നമ്മൾ 3 പേര് സംസാരിക്കുന്നു, നമ്മൾ 3 പേര് വഴക്കുണ്ടാക്കുന്നത് മാത്രമല്ല കണ്ടന്റ്. നമ്മൾ 3 പേരിരുന്ന് ഒരു പക്ഷെ നമ്മുടെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റ് സംസാരിക്കുകയാണ്, അത് പ്രേക്ഷകന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് കണ്ടന്റാണ്. നമ്മൾ 3 പേര് തമാശ പറയുന്നു, അത് പ്രേക്ഷകൻ ഇൻട്രസ്റ്റഡ് ആയാൽ അതും കണ്ടന്റാണ്. പിന്നെ ഇത് ഏത് കണ്ടന്റ് ജനം കാണണമെന്നുള്ളത് ഇപ്പൊ ഈ PR-ന്റെ കേസ് പോകുന്നോണ്ട് ചോദിക്കട്ടെ, ഉണ്ണിച്ചേട്ടന് PR ഉണ്ടായിരുന്നു? അല്ല, അഖിൽ ചേട്ടന് PR ഉണ്ടായിരുന്നോ? പേര് മറന്നുപോയി. എന്റെ ഈ പ്രായത്തിനിടയിൽ എന്റെ അമ്മ പോലും ഉണ്ണി വിളിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല. എന്നെ ആദ്യമായിട്ടൊന്നും ഉണ്ണി എന്താ അഖിലേട്ടന് PR ഉണ്ടായിരുന്നു. ഉണ്ണി മതി. നമ്മള് സബ്ജക്റ്റ് തെറ്റിപ്പെടും. PR ഉണ്ടായിരുന്നു. എനിക്ക് PR ഒന്നുമില്ല. ഇത് PR എന്താന്നില്ല, എന്റെ PR കുറച്ച് കൂട്ടുകാര് പൈസ കൊണ്ട് ഒരു സെന്റ് ലാലേട്ടൻ അതിന്റെ അകത്ത് കളിയാക്കുന്നുണ്ടല്ലോ പെരിയാർന്ന് പറഞ്ഞു. ആണോ ഉമ്മ പെരിയാർ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ബാക്ക് ടു സിനിമ. ശരിക്കും ഒരു നിധി കിട്ടിയാൽ അത് എന്താകണമെന്നാണ് ആഗ്രഹം? ശരിക്കും ഒരു നിധി കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താവണമെന്നാണ് ആഗ്രഹം? അത് നമ്മുടെ നമുക്ക് സിനിമയിലെ ഏറ്റവും അതല്ല ചോദിച്ചത്, നിധിയായിട്ട് എന്ത് കിട്ടണമെന്നാണ് ആഗ്രഹം? നിധിയായിട്ട് ഒരു ഭയങ്കര ഒരു സക്സസ്ഫുൾ സിനിമ. അല്ല, ഞാൻ കുറച്ചുകൂടെ ഒരു ഇന്റലക്ച്വൽ ആയിട്ട് എനിക്ക് പറയാം.
അല്ല ഞാൻ ഹിറ്റായിട്ടൊരു സിനിമ, നമ്മൾ ഷോൾഡർ ചെയ്യുന്ന ഒരു സിനിമ ഹിറ്റാകുക. ഞാൻ പക്ഷെ മനസ്സിൽ വിചാരിച്ചെന്താന്ന് പറയട്ടെ, ഈ പണ്ടത്തെ ചിത്രകഥയിലൊക്കെ കാണുന്നതിൽ ഒരു കുടം നിറയെ സ്വർണ്ണ നാണയങ്ങളൊക്കെ അത് മറ്റേ ഈ ശ്രീകേട്ടൻ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് മദ്യം, ഒരു ഗ്ലാസ് നിറച്ചു വേണം, ഒരു കുടത്തിൽ കുറച്ച് ഒരു കുടം നിറയെ മദ്യം, വഴിമാറുന്നു. ഉണ്ണി മദ്യം. ഞാൻ വെയിറ്റിംഗ് ആണ്. ഒരു കുടം നിറയെ സ്വർണം. സ്വർണത്തിന് പൊടുക്കത്തെ വരെയാ 1 lakhന് അടുത്തെത്തിയിട്ടുണ്ട്. കടത്തിയാലോ? ദുബായിൽ അവിടെ ഇങ്ങോട്ടല്ലേ, അങ്ങോട്ട് കടത്തിയാല ലാഭമില്ല. അല്ല ഈ അങ്ങനെ എന്ത് ചെയ്യും അപ്പൊ ഈ ഒരു സ്വർണ്ണ ഒരു വലിയ വീട് വെക്കണം, പിന്നെ അത് ഇല്ല ഇല്ല അപ്പൊ ആ സ്വർണ്ണം എടുത്ത് വെക്കണം. എന്റെ ഇത്ര സ്വർണ്ണം കുറെ എണ്ണം വരും. അതെ 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 അതെ. അപ്പൊ തലക്കടിച്ചു കൊടുക്കും. നിധിക്കൊക്കെ വാല്യൂ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാൻ തന്നെ, അതായത് പിന്നെ ഞാൻ തന്നെ കല്യാണം ഞാൻ തന്നെ സ്വർണ്ണം, ഞാൻ തന്നെ സ്വർണ്ണത്തിന് ഞാൻ തന്നെ എന്റെ നിധി, ഞാൻ തന്നെ എന്റെ എന്റെ ലൈഫ് അങ്ങനെയാണ് കുട്ടികളെ. നിങ്ങളുടെ സിനിമയില് പരസ്പരം കഥാപാത്രങ്ങൾ സ്വിച്ച് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ ആരൊക്കെയായിട്ട് സ്വിച്ച് ചെയ്യും? നിങ്ങളുടെ ക്യാരക്ടേഴ്സ് സ്വിച്ച് ചെയ്യാനുണ്ട്. ലാസ്റ്റ് നായകനാണ് കേട്ടോ സ്വിച്ച് ചെയ്തത്. എന്റെ ഇതിന്റെ അതൊരു പോലീസ് പരിപാടിയാണ്. അപ്പൊ ഇങ്ങനെ പോലീസ് ക്യാരക്ടർ അങ്ങനെ നമ്മുടെ പ്രത്യേകിച്ച് അതെ അതെ അതെ. എനിക്കല്ല നമ്മുടെ കൂടെ ഉള്ള അനീഷ് പോലീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല. അശ്വന്ത് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആണോ? ഞാൻ കാക്കിപ്പട എന്നുള്ള സിനിമയില് അല്ല അത് ഈ സത്യം അത് ഭയങ്കര ഭാഗ്യം കേട്ടോ. പ്രതീക്ഷ കാക്കില് കേറുമ്പോഴേ അല്ല ഇതിന്റെ സംഭവത്തില് എന്നെ ഈ ക്യാരക്ടറിന് വിളിക്കുമ്പോഴേ ഞാൻ പോലീസ് വന്നിട്ട് ഞാൻ ചിരിച്ച് സ്കിറ്റിൽ വരെ ഞാൻ അത് കോമഡി പോലീസാ അങ്ങനെ ചെയ്തിട്ടുള്ളേ. ഞാൻ പോലീസാ അപ്പോഴേ പറഞ്ഞല്ല. ഇപ്പോഴത്തെ ഈ ക്യാമ്പിൽ നിന്ന് കഴിഞ്ഞിറങ്ങുന്ന പയ്യന്മാരുണ്ട്, അവര് വലിയ സൈസ് ആയിരിക്കില്ല. അത് SIP സെക്രട്ടറിയുടെ ഫ്രണ്ടിലേക്ക് പോയി നോക്കിയാൽ അപ്പൊ ഞാൻ ഈ യൂണിഫോം കിട്ടില്ല. ഞാൻ പോയി കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുവാണ്. എന്നപ്പോ എനിക്ക് തന്നെ കൊള്ളാലും കറക്റ്റ് ഞാൻ ഒറ്റ വലിയ ബൂട്ട് സത്യം സത്യം. അതെ അതെ. ഞാനത് എനിക്ക് ഈ പടത്തില് എനിക്ക് ആദ്യമേ കോസ്റ്റ്യൂം എന്റെ അടുത്ത് പോലീസുകാരനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം പിന്നെ ഇതിലെ ഒരു നെഗറ്റീവ് സൈഡുള്ള ഇവരൊക്കെ ആയിട്ട് ഇടിച്ചിടിച്ച് നിൽക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഞാനൊരു ചെറിയ സീരിയസ് പരിപാടിയൊക്കെ പിടിച്ച് അങ്ങനെ എന്നാലേ ഈ ആ കഥയ്ക്ക് ഒരു പോക്കും അങ്ങനെയാണല്ലോ. അപ്പൊ ഇതിന് ഒരു സീനെ പോലീസ് സ്റ്റേഷനിലുള്ള സീൻ ഒന്നും. അപ്പൊ ആ സീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ വന്നിരുന്നിട്ട് അപ്പൊ ആക്ച്വലി ഇയാള് ഏത് തസ്തികയിലുള്ള ആളാണെന്നത് പടത്തിൽ വലിയ ചർച്ചയുള്ള കാര്യമല്ല. അത് നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് സീനൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ സീനില്ല മറ്റേ ഭയങ്കര ഇത് പിടിച്ചിട്ട് ഞാൻ വന്നിരിക്കുക. അപ്പൊ ഞാൻ വന്നിങ്ങനെ ഇരിക്കാൻ നേരത്ത് മറ്റേ ഞാൻ ഇങ്ങനെ നോക്കുന്നത് കോളറിന് നക്ഷത്രമില്ല. എനിക്ക് കോളറിന് നക്ഷത്രം. അയ്യോ ഞാൻ ദൈവം കണ്ടിന്യൂറ്റി അറിയാനുള്ള കോൺസ്റ്റബിളിന് അല്ല മറ്റേ ഇതില്ല മറ്റേ നമ്മുടെ സ്റ്റാർ ഇല്ല. കോസ്റ്റ്യൂം കോസ്റ്റ്യൂം മാറാ വിളിച്ചിട്ട് അപ്പൊ കോസ്റ്റ്യൂം എന്താ സ്റ്റാർ ഇല്ല. അവൻ സ്റ്റാറില്ലേ? അപ്പൊ കോസ്റ്റ്യൂമർ അടക്ക് പുള്ളി 2 പടം വേറെ ചെയ്യുന്നുണ്ട്. അവൻ അങ്ങനെ ഇത് അപ്പൊ മറ്റൊരു ഇരുന്നു ക്യാമറമാൻ എടുത്ത് പറഞ്ഞു. അപ്പൊ പുള്ളി അപ്പൊ ഞാൻ ഭയങ്കര കോൺഫിഡൻസോടെ പറയില്ല സ്റ്റാറില്ലാന്ന്. അപ്പൊ പെട്ടെന്ന് സെറ്റിൽ ഭയങ്കര ഇതായി. അപ്പൊ തന്നെ മറ്റേ ഈ തയ്ക്കുന്ന കണ്ടുള്ളൂ. പുള്ളി വന്നിട്ട് പറഞ്ഞ് അതെ കോൺസ്റ്റബിൾമാർക്ക് സ്റ്റാറൊന്നും ഇല്ല. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അയ്യോ ഇത് കോൺസ്റ്റബിൾ ആണല്ലോ. ഇത് ഈ മീറ്റർ പിടിക്കണ്ടായിരുന്നു. അതായത് എല്ലാവർക്കും ഈ കാക്കിയായതുകൊണ്ടേ ഞാൻ എന്നിട്ട് റൈറ്ററിന്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ കോൺസ്റ്റബിൾ ആയിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞ അല്ല വിഷ്ണു അത് കുഴപ്പമില്ല കാരണം അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. അതായത് മറ്റേ കോൺസ്റ്റബിൾ ആണെങ്കിലും അല്ല ഞാൻ പറഞ്ഞ കോൺസ്റ്റബിൾ ഒരിക്കലും മോശമായിട്ടുള്ള തസ്തികയോ അല്ല അങ്ങനെ കാണേണ്ട ആൾക്കാരും അല്ല, കോമഡി പീസുകളും അല്ല. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ പെട്ടെന്ന് സിനിമയിൽ ആ ഒരു ഇത് വരും. അപ്പൊ എന്റെ അടുത്ത് നല്ല വിഷയം. പക്ഷെ പുള്ളി നാട്ടുകാരുടെ അടുത്തല്ല, പുള്ളി കോൺസ്റ്റബിൾ ആണെങ്കിലും പുള്ളി ആ മീറ്ററിൽ ഡീൽ ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പുള്ളി ഇങ്ങനെ തന്നെ പെരുമാറുള്ളൂ എന്നുള്ള രീതിയിൽ. റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു അമാനുഷിക ശക്തി ഓർ സംഭവം ഉണ്ടായിട്ടുണ്ടോ? അമ്മാനുമായിട്ട് ശക്തി അമാനുഷിക ശക്തി ഞാൻ അനീഷേട്ടനായി പെട്ടെന്ന് ഇൻട്രസ്റ്റ് അടിച്ച അമാനുഷിക ശക്തി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അമാനുഷിക ശക്തി സംഭവം മീൻസ് ശക്തി ഫീൽ ചെയ്തിട്ടുണ്ടോന്ന്? അങ്ങനെ ആയാൽ എന്ത് ചെയ്യും അങ്ങനത്തെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? കുറേയായിട്ട് നമുക്കും ഫീൽ ചെയ്യാലോ. ചെറിയ ഫീലിങ്സ് ഗ്ലാസ് ഒക്കെ വീഴുന്ന തലയിൽ പിടിക്കൂലേ അറിയാതെ
അത് സൂപ്പർ നാച്ചുറൽ. അത് സൂപ്പർ നാച്ചുറൽ. ഇതല്ല ഹൊറർ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും അമാനുഷിക ശക്തിയുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടോ? പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോന്നല്ലേ? അങ്ങനെയും പറയാം. അങ്ങനെയാണ്. അപ്പൊ റാഫി അവിടെ പോയി ഞാൻ ക്ലാസ് അതെന്ത് പരിപാടി? സൂപ്പർമാൻ പരിപാടി അല്ല, സ്പൈഡർമാൻ അല്ല. റാഫി പറയണം നിങ്ങളുടെ ലൈഫിൽ പ്രേതമായിട്ടുള്ള ഒരു എൻകൗണ്ടർ. സുമതി വളവിലൊക്കെ അഭിനയിച്ചിട്ട് വന്നേക്കല്ലേ? അങ്ങനെ പ്രേതമായിട്ട് നമുക്ക് രാത്രി കിടക്കുമ്പോഴൊക്കെ ലൈറ്റ് ഒക്കെ ഇടുമ്പോൾ ചില സമയത്ത് ഒരു പെട്ടെന്ന് ആരോ നിക്കുന്ന പോലത്തെ ഒരു ഫീലൊക്കെ. നമ്മൾ ഈ രാത്രി വന്നിട്ടേ ഇപ്പൊ ഈ മുണ്ടൊക്കെ കൊടുത്തിട്ട് വരുവാണെങ്കിൽ മുണ്ടൊക്കെ ഒരു റൂമിന്റെ എന്നിട്ട് പതപ്പൊക്കെ കൂടി കിടന്നിട്ട് രാത്രിയൊക്കെ എപ്പോഴെങ്കിലും കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴേ നമ്മള് നേരത്തെ ഊരിയിട്ടിട്ട് പോയി മുണ്ടാക്കണം. അതുണ്ട് ഈ കിടക്ക്. അതുപോലെ തന്നെ ഈ ഇരുട്ടൊക്കെ വരുന്നിടത്ത് കട്ടിലിന്റെ അടിയിൽ നിന്നൊക്കെ കേറി വരുമോ എന്നുള്ളൊരു പേടി അതുകൊണ്ട്. പിന്നെ ഈ ചില സമയത്ത് ഇങ്ങനെ ബ്ലാങ്കറ്റ് നമുക്ക് എല്ലാവരുടെ ബെഡിൽ ഒരു 3 പില്ലോ ഒക്കെ ഉണ്ടാവും കെട്ടിപ്പിടിക്കാൻ. അപ്പൊ ഇതിലേതെങ്കിലും ഒക്കെ ഉറക്കത്തിനിടയ്ക്ക് അടുത്ത് വീണിട്ട് അതിന്റെ മുകളിലേക്ക് ഈ ബ്ലാങ്കറ്റ് വീണ് കിടക്കും. അപ്പൊ നമ്മളിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ തിരിയുമ്പോഴേ അടുത്ത് എന്നിട്ട് പതുക്കെ. എനിക്കൊരിക്കൽ ഹോസ്റ്റലിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു കോമഡി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഹോസ്റ്റലിൽ 2 പേരാണ്, ഞാൻ കുസാറ്റിലായിരുന്നു പഠിച്ചത്. അപ്പൊ 2 പേരാണ് ഇതിലുള്ള. അപ്പൊ നമ്മളൊരിക്കൽ രാത്രി, അപ്പൊ അവനൊരു കട്ടിൽ ആ സൈഡില്, എനിക്കൊരു കട്ടിൽ ഈ സൈഡില്. അപ്പൊ ഞങ്ങളിങ്ങനെ കിടക്കാം. അപ്പൊ നമ്മൾ പല സമയത്താണല്ലോ ഉറങ്ങുന്നത്. അപ്പൊ എന്റെ കൂടെ ഉള്ള ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന പയ്യനാ. അപ്പൊ അവൻ സമയമൊക്കെ ആയപ്പോഴത്തേന് കറക്റ്റ് കിടന്നുറങ്ങി. അവൻ 10 മണിയൊക്കെ ആയപ്പോൾ അവൻ കിടന്നുറങ്ങി. ഞാൻ സെക്കൻഡ് ഷോയ്ക്കൊക്കെ സിനിമയൊക്കെ കഴിഞ്ഞ് വന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അതായത് നമ്മൾ കിടക്കുന്ന ഫോണൊക്കെ കുത്തി ഇരുന്ന് കിടക്കാണല്ലോ, കിടന്ന് അങ്ങനെ പിന്നെ ഉറങ്ങുവാണല്ലോ. ഞാൻ 2 മണിയൊക്കെ 2 മണി ഉറങ്ങാം എന്നൊക്കെ പറഞ്ഞ് കിടക്കാൻ പറ്റും. രാവിലെ 8 മണിക്കായിട്ട് ക്ലാസ്സിൽ പോകണം. അപ്പൊ ഈ 2 മണിക്കൊക്കെയാണല്ലോ എല്ലാവരും ഭയങ്കരമായ ഹൊറർ പ്രേത പരിപാടികളൊക്കെ കാണുന്നത്. അപ്പൊ ഈ അപ്പുറത്ത് കിടക്കുന്നവൻ എന്തോ പ്രേത പരിപാടി എന്തോ സ്വപ്നം കണ്ടെന്ന് തോന്നുന്നേ, എനിക്കറിയില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ഹൈവേയുടെ തൊട്ടപ്പുറത്ത് റോഡുണ്ട്. അപ്പൊ അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അപ്പൊ റൂമിലേക്ക് ഒരു ലൈറ്റ് ഇങ്ങനെ കയറി കിടപ്പുണ്ട്. ഫുൾ പിച്ച് ഡാർക്ക് അല്ല. ഞാൻ കിടക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കിടക്കുക. അപ്പൊ എന്റെ കട്ടിൽ ഇവിടെ, അവന്റെ കട്ടിൽ അവിടെ. അപ്പൊ ഞാനിങ്ങനെ പതപ്പൊക്കെ മുതച്ചിട്ട് ഇങ്ങനെ ഉറങ്ങുന്നതിന് മുമ്പ് എന്റെ നേരെ ഐസൈറ്റിൽ അവനാണല്ലോ, അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കാണ്. ഞാനിങ്ങനെ കിടക്കും, ഇങ്ങനെ ഉറക്കം. ഞാൻ പിന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നവൻ തിരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുവോ. അപ്പൊ അവൻ എന്നെ നോക്കുന്നത്. അപ്പൊ അവനിങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട്, അപ്പൊ ഞാനെന്നാ മറ്റേ രാത്രി നമ്മൾ എണീക്കുമല്ലോ, എടാ അളിയ സമയത്തിലാടാ എന്നൊക്കെ ചോദിക്കാനായിരിക്കുന്നു. അപ്പൊ അവനിങ്ങനെ എന്നെ നോക്കിയിട്ട് ഞാനിങ്ങനെ ചിരിച്ച് ആരാ. അപ്പൊ ഞാനാണ് മറ്റേ ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഇവനെന്തോ പ്രേതം എന്തോ സീൻ ഉണ്ടായിട്ടേ അവനെന്തോ സ്വപ്നം കണ്ടാന്ന് തോന്നുന്നു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ ഉറങ്ങിയിട്ട് ഞാൻ ഇതിന്റെ അകത്തുനിന്ന് ഒച്ച കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാണക്കേട. 4 കൊല്ലം കോളേജിൽ പഠിക്കാനുള്ള വേറെ പേര് മനസ്സിലായില്ലേ. ഇവനിങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് ഞാൻ മറ്റേ എടാ സുനീഷ് എന്നാ പേര്. സുനീഷ് എടാ. ഞാനവിടെ ദൈവമേ ഇവൻ ഒച്ച ഉണ്ടാക്കില്ലേ. ഹോസ്റ്റലിലെങ്ങാനും കയറി ഒച്ച ഉണ്ടാക്കി ആൾക്കാർ കൂടി ഞാൻ കയറി പിടിച്ചെന്നൊക്കെയാണ്. അതാണ് എന്റെ പേടി. അല്ലാതെ നമുക്ക് എന്തുകൊണ്ടും ചെയ്യാലോ. അത് ഇത്രയും ഡിസ്റ്റൻസിലാണ് 2 കട്ടിലും കിടക്കുന്നത്. നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമോ. ഇപ്പം മറ്റേ ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ ഞാനാണ് ദൈവമേ. ഞാൻ പറയടാ സുനീഷ ഞാനാടാ ഞാൻ പറയടാ ഞാനാടാ വിഷ്ണുവാടാ. സുനീഷേ ഞാനാ. അപ്പം മറ്റേ കത്ത് താഴെ സുനീഷ ഞാനാടാ ഞാനാടാ വിഷ്ണുവാടാ. അതുകൊണ്ട് അവൻ കിടന്ന് ഉറങ്ങിയടാ. അങ്ങോട്ട് തിരിച്ച് കിടന്ന് ഉറങ്ങി. ഞാൻ മറ്റേ അന്നത്തെ ദിവസം എനിക്ക് ഉറക്കം വന്നിട്ടില്ല. കാരണം ഇപ്പം പിന്നെ ഞാൻ മറ്റേ ദൈവം പേടിച്ചിട്ട് അതുകൊണ്ട് ഞാൻ പറ്റിയ ദിവസം രാവിലെ എണീറ്റ് അവൻ്റെ അടുത്ത് ചോദിച്ചു അവർക്ക് പോടാ അവിടുന്ന്. എനിക്ക് പിന്നെ കള്ളത്തിലും പിന്നെ ഞാൻ അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. അത് എന്തോ മറ്റേ കണ്ണു ഇതായിട്ട് സ്വപ്നത്തിലൊക്കെ ചില സമയത്ത് നമ്മൾ ചില സാധനങ്ങൾ കാണും. എന്നിട്ട് ഞാൻ ഈ ഇടയ്ക്കൊരു സംഭവം കണ്ടപ്പോൾ ഞാൻ ഈ സ്വപ്നത്തിന് ഇത്ര സെക്കൻഡ് അത് ഞാനപ്പോ എന്റെ പൊന്നെ ഞാൻ ഈ അമേരിക്ക വഴിയും ഇതൊക്കെ വഴി സഞ്ചരിച്ച് ഇത്ര സെക്കൻഡ് ഇടയ്ക്കാണ്. അതുപോലെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്ന എന്തെങ്കിലും സാധനം കയറുമെന്ന് നമ്മൾ ഉണരുമ്പം നമ്മളൊക്കെ തോന്നുന്നു കാണുന്നതല്ല അതായിരിക്കും. രാത്രി
നമ്മൾ ഈ ഉറക്കത്തിൽ എന്തെങ്കിലും ഈ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ നോക്കുമ്പോൾ നമ്മുടെ കഷ്ടം പോലും ഒരു മനുഷ്യനെ പോലെ തോന്നും. നമുക്ക് തോന്നും ഒരു ആള് നിൽക്കുന്നു, അല്ലെങ്കിൽ തിരിഞ്ഞ് ഇപ്പൊ പില്ലോ കാണുമ്പോൾ ഒരു മനുഷ്യൻ നിൽക്കുന്നു. അതാണ് നേരത്തെ പറഞ്ഞില്ലേ കട്ടിലിന്റെ അതായത് നമ്മളിങ്ങനെ കിടക്കുമ്പോ പല പടത്തിൽ കാണിച്ചിട്ടുണ്ട്, നമ്മളിങ്ങനെ കിടക്കുമ്പോ ഓൾറെഡി വേറൊരു കൈ ഇങ്ങനെ, ഇതൊക്കെ ആ ഫീലാ. അതെ സത്യം. അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എനിക്കുണ്ട്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ അങ്ങനെ പറയാറുണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. 1 കോടി പ്രതിഫലം കിട്ടുന്ന വെബ് സീരീസ്, 3 ലക്ഷം പ്രതിഫലം കിട്ടുന്ന മുൻനിര സംവിധായകന്റെ സിനിമയിലെ പ്രധാന റോൾ ഏത് ചൂസ് ചെയ്യും? 3 കോടി പ്രതിഫലം കിട്ടുന്ന 1 കോടി രൂപ പ്രതിഫലം കിട്ടുന്ന ഒരു വെബ് സീരീസ്, അതേസമയം 3 ലക്ഷം മാത്രം പ്രതിഫലം കിട്ടുന്ന എന്നാൽ മുൻനിര സംവിധായകന്റെ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു റോൾ, ഹീറോ റോൾ അല്ല പക്ഷെ പ്രധാനപ്പെട്ട റോളാണ്, ഏത് ചൂസ് ചെയ്യും? ഈ 1 കോടി രൂപ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അത് മുൻനിര സംവിധായകന്റെ ആണോ? അല്ല, എന്നുവെച്ചാ സാധാ പരിപാടി അല്ല, വെബ് സീരീസ് ആണ് അത്. അത്യാവശ്യം ഒരു OTT പ്ലാറ്റ്ഫോമിൽ റിലീസ്. മുൻനിര ഹീറോസ് ആണോ അഭിനയിക്കണേ? അങ്ങനെയാണെങ്കിൽ അതല്ലേ എടുക്കുള്ളൂ. ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. മുൻനിര സംവിധായകൻ, മുൻനിര നടന്മാര് 1 കോടി രൂപ, മുൻനിര നടൻ, മുൻനിര 3 ലക്ഷം, എന്ത് ചോദ്യമാണ്? മുൻനിര നടന്മാരുണ്ടെങ്കിൽ അവിടെ 1 കോടി കിട്ടും. ഞാൻ രണ്ടാമത്തത് 3 ലക്ഷം എനിക്ക് ഇത് ചെയ്താൽ ഞാൻ 2 എടുക്കും. ഇല്ലല്ല, ഇവിടെ 25 ദിവസം കണ്ടിന്യൂസ് അവിടെ ഇതേ സെയിം ഡേറ്റ് 10 ദിവസം. 3 സംവിധായകരുള്ളവരോട് 3 സംവിധായകർ 3 ലക്ഷം രൂപയുടെ 3 ലക്ഷം രൂപയുടെ ഞാനും അത് തന്നെ. കാരണം എന്നെ ശരി, എനിക്ക് റിയൽ ലൈഫിൽ അങ്ങനെ ഒരു പരിപാടി അല്ല, 1 കോടി ഒന്നും അല്ല, എന്റെ അടുത്ത് വലിയൊരു പരിപാടി ഇതുപോലെ എനിക്കൊരു സീരിയല്, ഒരു ത്രോട്ട് റോളിൽ ഒരു ഭയങ്കര ഒരു ടോപ്പ് ഇതിലുള്ള ഒരു സാധനം, ഒരു തമിഴ് റീമേക്ക് സാധനം വന്നതാ. നല്ല പേയ്മെന്റ്, നല്ല പരിപാടി, ത്രോട്ട് എല്ലാ സമയത്തും ജോലി ഉണ്ടായിരുന്നു. ഞാൻ പക്ഷെ അല്ല, എനിക്ക് സിനിമ അത് സീരിയൽ മോശമായതുകൊണ്ടല്ല, കാരണം നമ്മൾ സീരിയൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കരാറൊക്കെ എഴുതി അങ്ങനെ ഒരു പരിപാടിയാവില്ല. പക്ഷെ നമ്മൾ സിനിമയിൽ എന്താ ഒരു പരിപാടി എന്നുള്ള രീതിയിൽ സിനിമയിൽ നിൽക്കണം എന്നുള്ള രീതിയിൽ അത് ഭയങ്കര സങ്കടത്തോടെ അത് വേണ്ടെന്ന് വെച്ചാൽ എന്നെ അവിടുന്ന് ഡയറക്ട്ലി വിളിക്കുകയും വിഷ്ണു ചെയ്യണം, വിഷ്ണുവിന് പറ്റിയ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതും ഈ പറയുന്ന പോലെ ഭയങ്കര ടോപ്പ് പരിപാടിയാണ്. അപ്പൊ അന്നേരം എനിക്ക് ഇപ്പുറത്ത് വെക്കാൻ 3 ലക്ഷത്തിന്റെ ഒരു പരിപാടി ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ എന്നിട്ട് കുറെ പേര് ചോദിച്ചു എന്താടാ അത്. അപ്പൊ ഞാൻ എന്താ നിനക്ക് സീരിയൽ ഇഷ്ടമില്ലാതിട്ടാണോ? അപ്പൊ നമ്മള് അഭിനയം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരു പരിപാടിയാണ്. പക്ഷെ നമുക്ക് സിനിമയിൽ എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോ ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റാതാവും, അത് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മാത്രം ഞാനത് വേണ്ടെന്ന് ഞാൻ ശരിക്കും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ഞാൻ 1 കോടി കിട്ടിയാൽ പോകാനില്ല, പ്രാരാബ്ദങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പോയെന്നിരിക്കും. കാരണം എണ്ണൊക്കെ കെട്ടി കൂട്ടി കയറിയതുകൊണ്ട് ഇനിയിപ്പോ അങ്ങനെ ഒരു സാധനം നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളുടെ കൂടെ ഇത്രയും നേരം ലൈഫ് നെറ്റ് ടിവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ 3 പേരും, അഖിലേട്ടൻ, റാഫി, വിഷ്ണു ചേട്ടൻ, എല്ലാവരോടും താങ്ക് യു സോ മച്ച്. നമുക്ക് വേണ്ടിട്ട് അപ്പൊ സിനിമ നിധിയും വിഷ്ണു ചേട്ടൻ, പക്ഷെ എനിക്ക് തോന്നുന്നത് എന്റെ ഏജിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്ക് വേണ്ടിട്ട് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിലും ഈ സിനിമ തിയേറ്ററിൽ വരട്ടെ, ഒരുപാട് ആളുകൾ കാണട്ടെ, ഹിറ്റ് അടിക്കട്ടെ, നമുക്ക് ഇനി ഇതിന്റെ സക്സസ് സെലിബ്രേഷനും ഇങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും നവംബർ 14 തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണും. നമ്മുടെ ചെറിയൊരു വലിയ സിനിമ നിങ്ങൾ ഹിറ്റാക്കി തരണം. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.